إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അല്ലാഹുവെ സൂക്ഷിച്ചിട്ട് ജീവനാക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂತ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಂಟಿಲ್ಲ, ವಸೀಯತ್ತಾಕಂಟಿಲ್ಲ. ജീവനത്തെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുടെ നിയമനിർദ്ദേശന പാലനാക്കി ജീവിക്കരുത്. യഥാർത്ഥ മുത്തക്കുമാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. വിശത്തെ സത്യവിശ്വാസിമാർ, ഇന്നത്തെ ഖുതുബത്തെ വിഷയാണ് അള്ളാഹുടെ മേല് തവക്കുലാക്കുന്ന വിഷയത്തിലേക്ക്. ഈമാൻ കാര്യത്തില് ഒന്നാമത്തെ വിശ്വാസമെത്തിക്കരുത് അള്ളാഹുടെ മേലുള്ള വിശ്വാസം. ആ അള്ളാഹുടെ മേലുള്ള വിശ്വാസ അതിൽ ഒരു തെല്ലു രൂപത്തിലുള്ള യാവക്കൊടി വർണ്ണു തീറ. അങ്ങനെ റബ്ബുടെ മേൽ വയ്ക്കുന്ന വിശ്വാസത്തില് എന്തെങ്കിലും കലങ്ക ബന്നുണ്ടായെങ്കിൽ നാളെ പരലോകം അവനു നഷ്ടത്തിക്കരു സ്വന്തത്തിക്കരു ഞങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അപ്പൊ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ അല്ലാഹുവിന്റെ മേലുള്ള വിശ്വാസ അതിൽ യാതൊരു രൂപത്തിലെ കലങ്ക ബറാത്ത രൂപത്തില് യാറുകൂടി ബറാത്ത രൂപത്തില് ഞങ്ങൾ ഈമാൻ മരിക്കുന്നിടത്തോളം അത് ഭദ്രമായിട്ട് വരും. അതുക്കുള്ള പ്രവർത്തന പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വരും. അപ്പൊ ആ അള്ളാഹുടെ മേല് യഥാവസ്ഥിതമായിട്ട് വിശ്വാസ ദയിക്കിറങ്ങാണ്ടായെങ്കിൽ ആ റൈത്തിക്ക് ആ റബ്ബു ചൊന്ത് ഞങ്ങൾ മനസ്സിലാക്കും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമത്തിക്ക് ഫിറഔൻ ഒരു പ്രശ്നം കേട്ട. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ.
അള്ളാഹുടെ മേൽ ഈമാൻ വയ്ക്കുന്ന ഒരു മനുഷ്യൻ ആ റബ്ബിനെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കും. ഒന്നാമതേക്ക് ഫിറഔൻ കേട്ട പ്രശ്നത്തിൽ ഖാല ഫമൻ റബ്ബുക യാ മൂസ, മൂസ നിങ്ങളുടെ ജണ്ടാന്റെ റബ്ബാണ്. അള്ളാഹുനെ കുറിച്ചിട്ട് ഫിറഔന്റെ മുട്ട പോയിട്ട് ചൊല്ല സന്ദർഭത്തിൽ ഫിറഔൻ കേട്ട പ്രശ്നം എത്തിക്കുന്നത് നിങ്ങൾ ജണ്ടാന്റെ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു ആയത്തില് ആറൈത്തിക്കർ റബ്ബു ചൊല്ലൈത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി കൊടുക്കുന്ന ഫിറഔനു മൂസ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു ചൊല്ല ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിറഔനെ റബ്ബു ചൊല്ലെങ്കിൽ എല്ലാ വസ്തുക്കളെ സൃഷ്ടിയാക്കിയതും അതുക്ക് രൂപ കൊടുത്തതും മാത്രമല്ല സുമ്മ ഹദാ അതുക്ക് വേനായിട്ടുള്ള മാർഗദർശനായിക്കോണൈത്തിക്കർ അള്ളാഹു ഒരേ ഒരു ആയത്തില് ആറൈത്തിക്കർ റബ്ബു ചൊല്ലൈത്തിക്കരോട് പഠിപ്പാടി കൊടുക്കുന്നത് അള്ളാഹുടെ ആ ഒരു ഉത്തരൈത്തിക്കർ ആറൈത്തിക്കർ റബ്ബു സൃഷ്ടിയാക്കിയവൻ സൃഷ്ടിയാക്കിയിട്ട് മാത്രമേ വിട്ടിട്ടില്ല, ബദലായിട്ട് ആ സൃഷ്ടിക്ക് ഓരോരോ സൃഷ്ടിക്ക് ഓരോരോ രൂപത്തിലുള്ള രൂപത്തെ അല്ലാഹു കൊടുത്ത ഈ ഭൂമി ലോകത്തില് ഈ ഭൂമിയിൽ എത്രമാ ജീവജാലങ്ങളുണ്ട്, എത്രമാ അള്ളാഹുവിന് സൃഷ്ടികളുണ്ട്, പഠിപ്പുകളുണ്ട്. എല്ലാത്തിനും അള്ളാഹു ഒരേ രൂപത്തെ അള്ളാഹു കൊടുത്തിട്ടില്ല, ഒരേ ഷേപ്പിന് അള്ളാഹു കൊടുത്തിട്ടില്ല. മനുഷ്യവും മനുഷ്യനായിട്ടുള്ള രൂപ ഷേപ്പായിട്ട് അള്ളാഹു കൊടുത്തത്. പക്ഷിക്ക് അതിരതായത്, തന്നിൽ ജീവിക്കുന്ന മീനിക്ക് അതിരതായത്, നാലുകാലിക്ക് അതിരതായത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതി ഒരു വസ്തു സൃഷ്ടിയാക്കിയ പ്രതി ഒരു വസ്തുവിന് അള്ളാഹു അതുക്ക് പേനായ രൂപത്തും അതുക്ക് പേനായ ഷേപ്പും അള്ളാഹു കൊടുത്തവനെത്തിക്കാം. എന്നിട്ട് കൊടുത്തു തങ്ങനെ കൊടുത്തിട്ടില്ല. സുമ്മഹദ அதுக்கு എങ്ങനെ ജീവിക്കണം ചൊല്ലുന്ന മാർഗദർശനം അല്ലാഹു കാട്ടിക്കൊടുക്കണം. അത് മനുഷ്യർക്ക് മാത്രമല്ല സകലമായ ജീവജാലത്തിനും കണ്ണ് കാണാത്ത സൂക്ഷ്മ ജീവിക്ക് പോലും നീ എങ്ങനെ ജീവിക്കണം, അത് എങ്ങനെ ജീവിക്കണം അല്ലാഹു ಅದಕ್ಕೆ മാർഗദർശനം കാട്ടിയതാണ്. ഞങ്ങളെ കണ്ണ് കാണാത്ത എത്രമാ സൂക്ഷ്മ ജീവികളുണ്ട്, അത് ഞങ്ങളെ കണ്ണ് കാണില്ല, ചിലപ്പോ ഞങ്ങൾ തോളിന്റെ മേലുണ്ടാവും. അപ്പൊ അത് എങ്ങനെ ജീവിക്കണം ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ಅದಕ್ಕೆ മാർഗദർശനാക്കി അല്ലാഹു. ഒരു പൈടെ കടിച്ച് ആ കടിച്ചിന് കെട്ടിക്കിച്ചപ്പ അത് സീത വന്നിട്ട് തന്റെ ഉമ്മനെ മുലപ്പാലിന് ബായി വയ്ക്കരുത് ആറൈത്തിക്കര് ಅದಕ್ಕೆ തന്നിട്ട് ആഹാരം അവിടെ ഉണ്ട് ചോദിച്ചു സൂചന കൊടുത്താവും. മാർഗദർശനം കാട്ടിയവനാറ് ബുദ്ധി ഇല്ല, ಅದಕ್ಕೆ ചിന്താശക്തി ഇല്ല. എന്തെങ്കിലും അതിനെ ബല്ലിന് കിച്ചുപൊട്ടെങ്കിൽ സീത ಅದಕ್ಕೆ പസിക്ക് തടിയും വേണായിട്ട് അതിന് ഉമ്മനെ മുലപ്പാലിൽ പോയിട്ട് ബായി വയ്ക്കരുത് ആരതൊക്കെ സൂചന കൊടുത്തവൻ. ഇങ്ങനത്തെ നിൽക്കുബേലെ ആഹാരം അവിടെ ഉണ്ട് ಅದಕ್ಕೆ ചൊല്ലവനാറ്. ഒരു ബാത്ത പോലെ അത് തന്നിൽ നിന്ന് ഇങ്ങനെ നീണ്ടോണ്ട് കണ്ട് ആറൈത്തിക്കലാ ഇൽമു കൊടുത്തത് ಅದಕ್ಕೆ. അങ്ങനെ ചൊല്ലോ പോയെങ്കിൽ എത്ര ജീവജാലങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ ജീവിക്കണോ ഈ ദുനിയാവുള്ളൂ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം കാട്ടിയവനെ എത്തിക്കണം. അതുകൊണ്ടല്ലേ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ മനുഷ്യന്മാർക്ക് അല്ലാഹു തന്നെ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അല്ലദീ ജഅല ലക്കും അർള മഹ്ദാ, നിങ്ങൾക്ക് ഭൂമിയെ ഞാൻ ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നെ. എന്നായിട്ടിക്കരു തൊട്ടിൽ ചൊന്നെങ്കിൽ അതൊരു കാരുണ്യത്തെ സംഖ്യത്തായിട്ടിക്കരു. ഒരു കിടാവ് ഔത്തുള്ള തൊട്ടിൽ കെട്ടുമ്പോ ഒരു അബ്ബ ഉമ്മം തീരുമാനിക്കുന്നത് ഈ കിടാവ് ഒരു സുരക്ഷിതമായ പക്കത്തിലെത്തിക്കൊണ്ട തൊട്ടിൽ കെട്ടനായത്. ഞങ്ങളെ കണ്ണിൽ കാണും ഞങ്ങൾ കിടാവ്. ആ കിടാവ് കാത്തുപോകണം, ആ കിടാവ് ബെഞ്ച് പോകണം. അല്ലാണ്ട് ഔത്തിയോടവനല്ല പുകവന്റെ പക്കത്തിലല്ല ആ കിടാവ് തൊട്ടിലിട്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യത്തെ നമുക്ക് തന്നതാ. അതുകൊണ്ട് അല്ലദീ ജഅല ലക്കും അർള മഹ്ദാ, നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നെ. വസലക ലക്കും ഫീഹാ സുബല വഅൻസല മിനസ് സമാഇ മാഅ, അതേപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് സഞ്ചരിക്കും. ഏതിൽ നിന്ന്? ആ ഭൂമിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ തുറന്ന തെരുവുകളെ ഞാൻ കാട്ടി തന്നെ. സഹോദരന്മാർ, എത്ര വലിയ നിയമത്തെത്തിക്കുക അല്ലാഹുവേ. ഇന്ന ഞങ്ങൾ പറങ്കിപ്പേട്ട ഒരു റായത്തുള്ള ഞങ്ങൾക്ക് ഇന്ന റായത്തെ കടന്നു പോകണം. ഐക്കുള്ള തെറു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തുറന്നു തന്നതാ അല്ലേ. ആ റായത്തിക്ക് എത്തോനായിട്ടുള്ള സുലഭമായിട്ടുള്ള തെരുവുകൾ അല്ലാഹു ഞങ്ങൾക്ക് വെളിപ്പാട്ടുന്ന ഒരു സമയ ഞങ്ങൾക്ക് ഇന്ന റായത്ത് പോകുന്നത് തെരുവുന്നില്ല ഞങ്ങൾ അവസ്ഥ ഉണ്ടാവും.
എത്ര പ്രയാസം അനുഭവിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോ ഞങ്ങൾക്ക് തെരുവിട്ടില്ല, ഞങ്ങൾ കേട്ട് അന്വേഷിച്ചാക്കുക. എന്നിട്ട് ആ തേർവ് കണ്ടുപിടിച്ചുകൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ മനുഷ്യരാക്കി കൊടുത്ത നിഅമത്ത് അതേപോലെ ആകാശത്തിൽ നിന്ന് അള്ളാഹു തന്നിനെ തന്ന മോടത്തെ കറക് പാട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തന്നിനെ തന്ന അതിൽ നിങ്ങൾക്ക് ജോഡിങ്ങളെ സസ്യനിതാദികൾ അള്ളാഹു നിങ്ങൾക്ക് തന്ന റിസ്കിനെ തന്ന. ഇതൊക്കെ അള്ളാഹു ഈ അനുഗ്രഹത്തെ നിങ്ങൾക്ക് എടുത്തു ചൊല്ല അള്ളാഹു ഖുർആനിൽ തീന്തിൽ ഇത് ചൊല്ലിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ അലം തറൗ, നിങ്ങൾ നോക്കില്ലേ, അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിനതൻ. അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ അലം തറൗ, നിങ്ങൾ നോക്കില്ലേ, അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമിയിലെ സകലമാനത്തെയും നിങ്ങൾക്ക് അള്ളാഹു അധീനമാക്കി തന്നടാ. ആർക്ക് നിങ്ങൾക്ക് ചൊല്ലെങ്കിൽ മനുഷ്യവും ഞങ്ങൾക്ക് അള്ളാഹു അധീനമാക്കി തന്നത്. ഈ ദുനിയാവിൽ എന്തൊക്കെ ജീവജാലമുണ്ടാ അതൊക്കെ അല്ല ചൊല്ലെ മനുഷ്യൻ നിക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നത്. നിക്ക് ഉപയോഗപ്പെടുത്തുവോ, അല്ല അത് ഭൂമിയിലെ നിക്ക് ഉപയോഗം. അതേപോലെ അള്ളാഹു നിക്ക് നിയമത്തെ തന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അള്ളാഹു നിങ്ങൾക്ക് നിയമത്തിൽ തന്ന. ഇത് അള്ളാഹു മനുഷ്യന്റെ ആദരിച്ചിട്ട് ബഹുമാനിച്ച വിഷയത്തെ അള്ളാഹു നമുക്ക് വെളിപ്പെട്ടല്ലേ. വേറെ ഒരു ജീവജാലത്തും ഇന്നൊരു ജീവജാലത്തും അള്ളാഹു അധീനമാക്കി കൊടുത്തിട്ടില്ല. മനുഷ്യവും ആ ജീവജാലങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് അതിന് അധീനമാക്കി കൊടുത്ത അള്ളാഹു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ റൈറ്റിക്ക് റബ്ബു ഖാല റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൃഷ്ടിയാക്കിയതും രൂപം കൊടുത്തതും എന്നിട്ട് അതിക്ക് മാർഗദർശനം കാട്ടിയ അല്ലാഹു. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സൃഷ്ടിയാക്കിയ ഈ രൂപം തന്നെ, ഈ മാർഗദർശനം തന്നെ, ഈ എല്ലാ നിയമം തന്നെ ആ അള്ളാഹുടെ മേൽ മാത്രമേ ഞങ്ങൾ തവക്കുലാക്കണം. മനസ്സിലാക്കണം. ഇതൊക്കെ ആക്കിയ റബ്ബ് മാത്രമേ ഞങ്ങൾ എന്താക്കണോ, ഞങ്ങളുടെ കഷ്ടത്തെ പ്രയാസത്തെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്ന് എല്ലാ രൂപത്തിലെ വിഷയത്തെ ആ റബ്ബിന്റെ മേൽ മാത്രമേ ഞങ്ങൾ ബറമേൽപ്പിക്കുന്നു. അപ്പൊ എന്തായിട്ടിക്കരു തവക്കുൽ ചൊത്തിങ് എങ്ങനെ ഇട്ടിക്കരു തവക്കുൽ ഞങ്ങളെ റബ്ബത്തെ ഞങ്ങൾ തവക്കുലാക്കേ, എങ്ങനെയാണ് ഞങ്ങൾ അള്ളാഹുട്ടിಗೆ ഞങ്ങൾ തവക്കുലാക്കേ. ഞങ്ങൾക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പഠിപ്പാട്ടുണ്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടുണ്ട് എങ്ങനെ ഇട്ടിക്ക് അള്ളാഹുവിനെ ഞങ്ങൾ തവക്കുലാക്കേ. ഉദാഹരണക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവനുക്ക് ആക്കുകാവാത്ത ചില കാര്യമുണ്ട്. ആക്കുകാവുന്ന കാര്യങ്ങൾ അത് അവൻ നിർവഹിക്കും, അവനാക്കും. എന്നിട്ട് ആ കാര്യത്തെ പൂർത്തീകരണത്തിന് അതൊരു വിജയത്തിന് പേരായിട്ട് അവൻ അള്ളാഹുക്ക് തവക്കുലാക്കും. അതിനർത്ഥ ഉദാഹരണക്ക് ഒരു കൃഷിയാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ചൊല്ല പോലെ ഉണ്ടായെങ്കിൽ ആ മനുഷ്യൻ കൃഷിയാക്കുന്നുണ്ടായെങ്കിൽ അസ്ബാബുകളുണ്ട്. അസ്ബാബ് എന്ന് വെച്ചെങ്കിൽ കാരണങ്ങൾ. ആ കാരണത്തെ ആ പണിയുടെ അവൻ എടുക്കും. എങ്ങനെ ചെന്നെങ്കിൽ ഫസ്റ്റ് ഭൂമിനെ അവൻ അതാക്കും. ഭൂമിയുടെ മണ്ണെല്ലാം അതാക്കിട്ട് ശരിയാക്കിയിട്ട് അതുകൊള്ള തണ്ണീരെ വ്യവസ്ഥ ആക്കിയിട്ട് അവന് വിത്തിടും. എന്നെങ്കിലും ആ വിത്ത് അത് ഭൂമിയുടെ അടിക്ക് പോവാണ്ട് മേല ആ വിത്ത് കൊടിപ്പോവും. ആർക്ക് കൊടിപ്പാട്ടത് ആർക്ക് സാധ്യമല്ല, ഈ ആക്കിയ മനുഷ്യർ സാധ്യമല്ല. അതാർക്ക് സാധിക്കേ അല്ലാഹു. ആ ആക്കിയ കൃഷി അവൻ വിജയത്തിലാവുമ്പോ അത് പൂർത്തിയാവുന്നത് വേണമെങ്കിൽ അവൻ അള്ളാഹുട്ടിക്ക് എന്താക്കുന്നു, തവക്കുലാക്കും. അവന്റെ പണി അവനാക്കുന്നു. അവന് ഭൂമി ശരിയാക്കണം, തന്നെ വീട്ടണം, അതുക്കുള്ള വിത്തിടണം. എന്നിട്ട് ആ വിത്ത് കൊടിക്കാൻ വേണ്ടിയിട്ട് അവൻ അള്ളാഹുടെ മേൽ എന്താക്കുന്നു, തവക്കുലാക്കുന്നു. അതാർക്ക് സാധ്യമല്ല, ഈ കൃഷിയാക്കുന്ന മനുഷ്യന് സാധ്യമല്ല. കാരണം അത് അവന്റെ സാമർത്ഥ്യം പെട്ടതല്ല. ഇങ്ങനെ അള്ളാഹുടെ മേൽ തവക്കുലാക്കണേ. ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ഒരു വ്യക്തി ബന്ധിക്ക് അള്ളാന്റെ റസൂലെ, യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലെ അഗ്റുസിലു നാഖതി വഅതവക്കൽ അൻ അഖിലുഹാ വഅതവക്കലു. നബിയെ നന്റെ വണ്ടിടെ ഒരു വണ്ടിയുണ്ട് എന്റെ കയ്യിൽ, നന്റെ വണ്ടി ഞാൻ കെട്ടിട്ട് തവക്കുലാക്കണം, അല്ല കെട്ടിട്ട് അള്ളാഹുക്ക് തവക്കുലാക്കണം. പ്രശ്നം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ ഈ വണ്ടിടെ കെട്ടിട്ട് ഞാൻ തവക്കുലാക്കണം, അള്ളാഹുക്ക് കെട്ടിട്ട് തവക്കുലാക്കണം.
قال النبي صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിತು ബൽ ഇഅഖിൽഹാ വതവക്കൽ നീ അത്ര കെട്ടിട്ട് തവക്കുലാക്കും ചൊല്ലിತು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದೈತಿಕ್ರು ತವಕ್ಕುಲ್ ರೀತಿ കാരണം ആ മനുഷ്യക്ക് അസ്ബാബുണ്ട് എന്തൊരു അസ്ബാബ് ചൊല്ലുക കെട്ടിടം താക്കത്തുണ്ട് ആ അവൻതനെയും കെട്ടിടം എന്നിട്ട് അള്ളാഹു എന്താക്കണു തവക്കുലാക്കണു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പട്ടന്റെ ಒಂತಡಿ ಕೆಟ್ಟೇಲ್ ಪಿನ್ನ ತುಮ್ಮ ತವಕ್ಕಲ್ ಅಲಲ್ಲಾಹ್ ನೀ ಅಲ್ಲಾಹ்வுടെ തവക്കുലാക്ക് അല്ലാണ്ട് ബുട്ടുടി നീ തവക്കുലാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ല കാരണം നമുക്ക് സാധിക്കുന്ന പണി എന്തുകൊണ്ടോ അത് ഞങ്ങൾ നിർവഹിക്കും എന്നിട്ട് അതിനെ പൂർത്തീകരിച്ച് വിജയത്തിലും അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നു ഒരിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില് യമനിൽ നിന്ന് ഹജ്ജ് ഉംറക്ക് ചില ആൾമാർ മക്കത്ത് കടന്നു വന്നു ഹജ്ജ് ഉംറക്ക് യമനിൽ നിന്ന് ആൾമാർ കടന്നു വന്നു അത് എങ്ങനെ വന്നു ചെന്നിട്ടെങ്കിൽ ആ ഹജ്ജിക്ക് തീർന്നൗട്ടുള്ള വിഭവത്തെ അങ്കുബേനായ ആഹാരത്തെ അല്ലെങ്കിൽ സാമാന്റെ അതൊന്നും പിടിച്ചോൻ വരാൻട്ടെ എവിടെ നിന്ന് യമനിൽ നിന്ന് പിടിച്ചു വരാൻട്ടെ അള്ളാഹുടെ ഭവനത്തിലല്ലേ പോണ്ടേ അത് അള്ളാഹു നോക്കിലെടുത്ത് കാലി കയ്യിൽ മക്കത്ത് അങ്ങ് കടന്നു വന്നു അങ്ങനെ ഹജ്ജിനെ വെക്കുന്ന സമയത്തില് മക്കത്തില് ഈ അമ്മന്റെ വന്ന ആൾമാർ എന്താക്കിയൊരു ಬೇಂಗರು ಯಾಜಿಸೋರು ನಂಗೆ ಸಹಾಯಕರು ನಂಗೆ ಯಮ್ಮಂಡೆ ಬಂದರೆ ನಂಗಳ ಕೈಲಿ ಎಂದೂ ಇಲ್ಲ ಇದೆಂದ್ರಲ್ಲ ತವಕ್ಕುಲಲ್ಲ ಇದು ತವಕ್ಕುಲಲ್ಲ അങ്ങനായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കുക വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഇറക്കുക ഹജ്ജിക്ക് പോകുമ്പോൾ യാത്രയിൽ അതുക്കുള്ള വിഭവത്തെ നിങ്ങൾ തയ്യാറാക്കുക ಖಾಲಿ ಕೈಲಿ ಬರಲ್ಲ ನೀಗ ಬಂತು ಬಿಡ ಅದನ್ನ ಅಲ್ಲವ್ರ ಮೇಲೆ ತವಕ್ಕುಲಾಕ ಊರು ನೀವು ಯಾಜಿಕಂಡ ಊರು ನೀವು ಬೇಗಂಡ ಅದು ತವಾಕಿಲೈತಿಗೆ ತವಕ್ಕುಲಲ್ಲ ತವಕ್ಕುಲ್ ನಾನು ಸ್ವಯಂ ಪಣಿയെടുക്കണോ എന്നിട്ട് അതിന് വിജയത്തെ പൂർത്തിക്കാൻ അല്ലാഹു തവക്കുലാക്കണോ തവാക്കിൽ ചൊല്ലെങ്കിൽ ഞാൻ തെച്ചവിടെ എന്റെ റബ്ബിനെ റിസ്ക് തന്ന ചൊല്ലെങ്കിൽ അത് തവക്കുലല്ല അത് തവാക്കിൽ ചൊല്ലേ മനസ്സിലാക്കും രണ്ടായിട്ട് മനസ്സിലാക്കും അങ്ങനെ ഈ ഹജ്ജിക്ക് കാലി കയ്യിൽ വന്ന ആൾമട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ വതസവ്വദ് ഫഇന്ന ഖൈറ സാദി തഖ്വാ നിങ്ങൾ ആ ഹജ്ജിക്ക് പുറത്താകുമ്പോൾ അതിക്ക് വേണ്ടിയിട്ട് വിഭവത്തെ തയ്യാറാക്കൂ എന്നെങ്കിൽ ആ വിഭവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തഖ്വയായിരിക്കും അവിടെ അല്ലാഹു പിന്നൊരു വിശേഷം ഒന്നാ നിങ്ങൾ ഹജ്ജിക്ക് പോകണം നിങ്ങൾ എന്ത് തയ്യാറാക്കി പോകണം എന്നിട്ട് തഖ്വ നിങ്ങൾ ടിക്കറ്റ് അതിന്നില്ലെങ്കിൽ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല ആര് കാട്ടുപേന്നിട്ട് ഹജ്ജിക്ക് പോകണ്ട ഉംറക്ക് പോകണ്ട ಮೊದಲೈತೆ ಆ ತಪ್ಪು ವೈಕಟ್ಟು ನನ್ನ ರಬ್ಬನೆ ಭಯಪಟ್ಟಿട്ട് ನನ್ನ അല്ലാഹു വേണ്ടിയിട്ടാണ് ഇത് പോണ്ടിട്ടുള്ള തപ്പ് വൈക്കട്ട് അല്ലാഹു സുബ്ഹാനഹു സ്പഷ്ടമാക്കിയ ഒന്നുകൂടി ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ തവക്കുലുക്ക് വേണ്ടിയിട്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്ന രൂപത്തിൽ തവക്കുലാക്കിയെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്കിനെ തന്ന ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാലി തവക്കുലാക്കാൻ ചൊല്ലല്ല ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും നിങ്ങൾ അള്ളാഹുവിന്റെ മേലെ തവക്കുലാക്കുന്ന രൂപത്തിൽ തവക്കുലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് തന്ന എന്നിട്ട് ഒരു മനോഹരമായ ഒരു ഉദാഹരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചൊല്ല് എന്തെങ്കിൽ കമാ യർസുഖു തൈറു ഒരു പക്ഷിയുടെ ഉദാഹരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു ഒരു പക്ഷി ആ പക്ഷി സുബൈയದ್ರ ഗൂഡിൽ നിന്നിട്ട് കാലി പയറിൽ സീത പുറത്തു പോകും എവിടെ കെട്ടിക്കൊണ്ട് പോണ്ടേ അതിന് ആഹാരത്തെ തേടിയുണ്ട് ഏതാ തന്നിന്റെ പക്കത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടത്തില അല്ലെങ്കിൽ ഏതൊരു മർത്തമേല ഇങ്ങനെ ആ പക്ഷി അധ്വാനിക്കരുത് നിമിഷം ചൊല്ലുവോ അത് പൈച്ച പയറുമായിട്ട് ഗൂഡിൽ നിന്നിട്ട് പുറത്തു പോകുന്നു കാലി പയറുമായിട്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു പക്ഷി ഗൂഡും തെച്ചിട്ട് നക്കലിന്റെ റബ്ബ് ആഹാരത്തും തിന്നിട്ടോ ഒരു പക്ഷി തെച്ചിട്ടില്ല ബദലായിട്ട് അതിന് ആഹാരം തേടിയാൻ പോകുന്നു അങ്ങനെ അധ്വാനിക്കുന്ന പക്ഷി പല ജാഗത്ത് പല പക്കത്തിൽ അന്വേഷണാക്കുന്നത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു തഖദു ഖിമാസൻ വതറൂഹു ബിതാന അത് അസർ നേരാകുമ്പോ ഗൂഡുക്ക് തിരിച്ചു വരുമ്പോ നിറഞ്ഞ ബയറുമായിട്ട് അത് ബണ്ട് ഇങ്ങനെ തവക്കുലാക്കിയെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്കിനെ തണ്ട അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റന്റെ തെച്ചിട്ട് നിങ്ങൾ തവക്കുലാക്കണ്ട ഞാൻ തെച്ചിട്ട് എന്റെ റബ്ബ് നക്ക് റിസ്ക് തരോ തവക്കുലാക്കണ അങ്ങനല്ല ആ പക്ഷി എങ്ങനെ അധ്വാനിക്കരുത് ഗൂഡിൽ നിന്ന് പുറത്തു പോയിട്ട് എങ്ങനെ അധ്വാനിക്കരുത് അതേപോലെ നിങ്ങൾ അധ്വാനിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വേണായി കണ്ടത്
അത് റബ്ബ് വൈത്തിക്கிறார், അത് അല്ലാഹു വൈത്തിக்கிறார். ഒരു കച്ചവടം ഉണ്ടാക്കിയ, ഒരു ബിസിനസ് ഉണ്ടാക്കിയ, അല്ലെ ആ ബിസിനസ് വേണ്ടിട്ട് പൈസ ഇട്ട അങ്ങനെയൊക്കെ ഉള്ള വ്യവസ്ഥ ആക്കാം. ശരി, അതൊക്കെ ഞങ്ങൾ സാമർത്ഥ്യമുള്ളതായിട്ടിക്കറ്, അള്ളാഹു ഞങ്ങൾക്ക് നല്ലതായിട്ടിക്കറ്. എന്നെങ്കിൽ ആ കച്ചവടം വിജയിക്കുന്നുണ്ടായെങ്കിൽ ആർ തീരുമാനിക്കണു? അള്ള തീരുമാനിക്കണു. അത് എങ്ങനത്തെ നല്ല അങ്ങടിയായെങ്കിലും എങ്ങനത്തെ നല്ല കച്ചവടമായെങ്കിലും അത് അള്ളാഹു അതിൽ വിജയിക്കുന്നത് തീരുമാനിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് വിജയിക്കും സാധ്യമല്ല. അപ്പൊ ഇവിടെ ചൊന്നോ തന്നെ വിഷയ സഹോദരന്മാരെ, പല ഉദാഹരണം ഞങ്ങൾ മനസ്സിലാക്കിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തവക്കുൽ ചൊല്ലുണ്ടായെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങൾക്ക് എന്ത് സാമർത്ഥ്യമുണ്ട് അത് ഞങ്ങൾ ആക്കിയിട്ട് അള്ളാഹുത്തെ ഞങ്ങൾ ഭരമേൽപ്പിക്കണു. ഇന്ന് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട് തവക്കുലിന്റെ വിഷയത്തില് എന്ത് ചൊല്ലിട്ടായെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മാത്രമേ അള്ളാഹുക്ക് തവക്കുലാക്കി വിശുദ്ധ ഖുർആൻ. വിശ്വാസമില്ലാത്ത അള്ളാഹുക്ക് തവക്കുലാക്കില്ലായിട്ട് ഖുർആൻ ചൊല്ലേ വഅലല്ലാഹി ഫല്യതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങ ആയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മേൽ മാത്രമേ ബലമേൽപ്പിക്കൂ. അതിനർത്ഥ അള്ളാഹു അല്ലാത്ത ആരും നിങ്ങൾ പ്രതീക്ഷിക്കൂ അവർക്ക് എന്തില്ല ഈമാനില്ല ചൊല്ലിട്ട് അള്ളാഹ് പഠിപ്പാട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഏതേ ഒരു പഠിപ്പുകൾ നിങ്ങൾ സമീപിച്ചെങ്കിലും അവർക്ക് ഈമാനില്ല. കാരണം അള്ളാഹ് ചൊല്ലുന്നത് വഅലല്ലാഹി ഫല്യതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കണേ. അപ്പൊ ഇതൈത്തിക്കറ് തവക്കുലിന്റെ രൂപ ഞങ്ങൾ അധ്വാനിക്കണോ, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ യഥാ രൂപത്തിൽ തവക്കുലാക്കണേ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರಕಂತೆ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ನಂಗೆ ಮನಸ್ಸಿಲಾಕಿ ಬಂದ ವಿಷಯ ತವಕ್ಕುಲ್ನ ವಿಷಯ ಐತಿ. ഒന്നാമത്തെ ഖുതുബത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് തവക്കുൽ ചൊല്ലി ഞങ്ങൾ അധ്വാനിക്കണോ, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണം. ഇനി രണ്ടാമത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് തവക്കുലിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പാട്ടേണ്ടത് ഒരു തവക്കുൽ രണ്ട് വിഷയം. അത് എന്തിനു ചൊല്ലിട്ടെങ്കിൽ ഫലാ ബുദ്ദ മിൻ ഇഅ്തിമാദിൻ വസിഖത്തിൻ. അതായത് തവക്കുൽ രണ്ട് വിഷയം. ഒന്ന് അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണോ, രണ്ടാമത്തേത് ഉറപ്പ് വേണം, ഗ്യാരണ്ടി വേണം. ചിലപ്പോ ഞങ്ങൾ അള്ളാഹുട്ടിക്ക് ചില വിഷയം ഭരമേൽപ്പിക്കറ മനസ്സിലൊരു ശക്കയിപ്പിക്കൽ അള്ളാഹുനെ സഹായിക്കുക, അള്ളാഹുനെ എന്റെ സഹായിക്കുക. ഇത് തവക്കുൽ പൂർണ്ണത്തിൽ പെട്ടില്ല. കാരണം ചൊല്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ച ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള എന്തിനക്ക് ഉറപ്പ് വേണം. എന്റെ റബ്ബിനക്ക് സഹായിക്കാൻ ചോദിച്ചു അല്ലെ. അതേറ്റിക്കൽ അമ്പ്യാക്കന്മാർ, അതേറ്റിക്കൽ നബിമാർ, അതേറ്റിക്കൽ റസൂൽമാർ അങ്ങനെ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ച കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട് എനിക്ക്. ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന ചരിത്രമല്ലേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്ര. ഫിറഔനും ഫിറഔന്റെ ആൾമാർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്രായേലികളെ കൊന്നു ബന്ധം. ആ സന്ദർഭത്തില് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയുടെ ആൾമാർ രക്ഷപ്പെടും വേണ്ടിട്ട് ഓടി ഓടി എത്ര വരെ ഒരു കടലിന്റെ എതിരൊരു കടലെത്തിക്കരുത്. തിരിഞ്ഞു നോക്കുന്നുണ്ടായി ഫിറൗന്റെ ആൾമാർ എത്തിക്കരുത്. വിശ്വാസികൾ അവിടെയുള്ള വിശ്വാസിക പേടിച്ചു പോയത്. ഇന്നല്ല മുദ്രക്കൂൻ മൂസ ഞങ്ങൾ പിടിക്കൽപ്പെട്ടല്ലേ, ഒന്നീ തന്നെ ഞങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ അവന്റെ ആൾമാർ പറഞ്ഞിട്ട് ഞങ്ങൾ കൊല്ലുടെ ഗ്യാരണ്ടി. ഞങ്ങൾ പിടിക്കൽപ്പെട്ടില്ല, ബർച്ചുണ്ടല്ലോ ജീമത്ത് ഓർത്തിട്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ ഒരു തവക്കുലിന്റെ പലക്കൈത്തിക്കരങ്ങൾ മുന്നിൽ ചൊല്ലി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിനെ സാക്ഷി വെച്ചിട്ട് ഓടിയവന്റെ ആ ഫിറൗന്റെ സൈന്യത്തെ സാക്ഷി വെച്ചിട്ട് കല്ല അങ്ങനല്ല, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, ഇന്നമയ റബ്ബി അതേ തവക്കുൽ എന്റെ കൂടെ എന്റെ റബ്ബുള്ള ഈ ആകാശഭൂമി പഠിച്ച് ആ ആകാശത്തിന്മേലുള്ള അർശിന്റെ റബ്ബുൽ എന്റെ കൂടെയുള്ള സയ്യഹ്ദീൻ ആ റബ്ബുലക്ക് തെരു കാട്ടും. കൊന്തില്ല മൂസ നബിക്ക്, ഏത് തെരുണ്ട് കൊന്തില്ല അല്ലേ. എതിർ കടല് വെറു സൈന്യ നടുലിക കുടുങ്ങിപ്പോയോ. അപ്പഴത്തേക്ക് ആ വ്യാഴ്ചോണ്ടുള്ള പേർച്ചോ ഉള്ളേ
ആ തന്റെ കൗമുട്ടിക്ക് മൂസ നബി ചൊന്ന ഒരേ ഒരു പലക്ക ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുള്ള എന്റെ അല്ലാഹുള്ള സയഹ്ദീൻ തെരുകാത്ര. മൂസ നബി കൊണ്ടുള്ള ഏത് തെരു? ഒരു തെരുവില്ല, ഒരു എവിടെ രക്ഷപ്പെട്ട തെരുവില്ല. അപ്പഴത്തേക്ക് അല്ല ചൊല്ലേ അത്ഭുതമായിട്ട് മൂസന്റെ ദത്തത്തെ തടി അടിച്ചപ്പോ കടല് ജണ്ടായിട്ട് പോലും സാധിക്കുക. കടലിന്റെ നടുവിൽ എന്തോന്ന് ചേറ് പക്ക കാലിട്ടൻ താന്നു പോന്നു. അള്ളാഹു ആ തെരുവ് കാത്തിര പറപ്പാറ്റിയ ചരിത്രത്തിൽ പഠിപ്പാറ്റുണ്ട്. അങ്ങനെ ആ തെരു ഫുള്ള് വണങ്ങി പോയിട്ട് മൂസാ നബിമാരുടെ കൗമ രക്ഷപ്പെട്ടു. അവിടെ എന്തിരിക്കുന്നത് എല്ലാം അസ്തമിച്ചത്, ഒരു തെരുവില്ല ഇന്ന്. അവിടെ മൂസാ നബി ആ തവക്കുൽ നോക്കും, തന്റെ റബ്ബു എന്റെ കൂടെ ഉള്ള ഇത് നിലട്ടുമുണ്ട്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ എല്ലാം ബന്ധായത്. അപ്പോഴത്തേക്ക് ഞാൻ നേരിട്ടൊന്നല്ലേ ഉറപ്പില്ല നിങ്ങൾ റബ്ബിട്ടിക അങ്ങോട്ട് തവക്കുലാക്കിற എന്നെ മനസ്സോട് സെറ്റായിട്ടിരിക്കുന്നത് എന്റെ റബ്ബ് സഹായിക്കോല എന്നുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ലേ? ആ ഉറപ്പില്ല. അതെത്തിക്കരെ പല ബുദ്ധമിന്റെ വേണം, ഉറപ്പ് വേണം. ആരുമല്ല പറവേച്ചിര് നന്റെ പരിസ്ഥിതിരെ, നന്റെ മനസ്സിന്, നന്റെ അറിഞ്ഞിട്ടുള്ളേ നന്റെ റബ്ബിന്റെ മേലെ നാം പറമേൽപ്പിച്ചത് നിഷ്പ്രയാസ അള്ളാഹു എല്ലാത്തിനും സാമർത്ഥ്യമില്ലവോ നന്റെ റബ്ബ് തെരുവാട്ടു. ഉറപ്പ് വേണം, തവക്കുൽ എപ്പോഴും അത് വേണം. കാര്യം ബലമേൽപ്പിച്ചിട്ടല്ല ഉള്ളത്, ബദലായിട്ട് ഉറപ്പ് വേണം. നിങ്ങളൊക്കെ ഒരു ഇണ്ടിനങ്ങ ഞങ്ങളുടെ റായത്തില് മുസ്ലിമീങ്ങ ഭാര്യ പരസാനിലേക്ക് ജീവനാക്കുന്നില്ലേ അല്ലെ? മുസ്ലിമീക്ക് എതിരായിട്ട് എത്ര സർക്കാരത്തിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് നിയമം പാസ്സായിട്ട് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്താക്കുന്ന ഊടെ നിയമത്തോട് കൂടി ഞങ്ങൾ അതിനെ നേരിട്ടുള്ള ന്യായം കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ന്യായം കിട്ടാണ്ടാകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെന്തേ ഒരു നിരാശ ഭാവന വന്നു. ശരിയല്ലേ? ഞങ്ങൾക്ക് ന്യായം കിട്ടില്ല, ഞങ്ങൾ നല്ല തൊഴിൽ പോയിട്ട് ഞങ്ങൾക്ക് ന്യായം കിട്ടില്ല. നിരാശ. എന്താ നിരാശ പറഞ്ഞേ?